അച്ഛൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ മക്കളെ, നമ്മളിത് നോക്കി നമ്മുടെ സുഷിത്തിൻ്റെയും സുമിത്തിൻ്റെയും കൂട്ടത്തിൽ ഇത് നോക്കി ഇവിടെ ഒരു മലയുണ്ട്, ഇവിടെ ഒരു വാട്ടർഫാളുണ്ട്, അങ്ങോട്ട് പോവാം. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല സ്വിറ്റ്സർലൻഡിൽ നോക്കി ടാറിടാത്ത വഴിയേക്കൂടെ ഒരു ബസ് പോകുന്നത്. അത് നോക്കി, ആ ബസ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. ഇത് നോക്കി, കേട്ടോ, ടാറിടാത്ത വഴിയേക്കൂടെ ഈ ബസ് സർവീസ് അങ്ങ് മലമുകളിലേക്ക് നടത്തുന്ന. ഹായ്, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് താഴത്തുനിന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ എല്ലാ അരമണിക്കൂറിലും ജസ്റ്റ് 15 മിനിറ്റ് മാത്രം നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ വണ്ടി കൊണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുന്നതും അതുപോലെ തന്നെ അവിടുന്ന് 15 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്, ആ സമയങ്ങളിലേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ സ്വിറ്റ്സർലൻഡിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഇതിനു മുമ്പ് ഇതുപോലെ കണ്ടിട്ടില്ല. ഞാനും മലമുകളിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഇതൊരു പുതിയ അനുഭവമാണ്. ഏതായാലും നമ്മുടെ വാട്ടർഫോൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കൂടുതൽ വരൂ. അപ്പോഴേ അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. നടന്ന് മനുഷ്യനെ ശ്വാസം കിട്ടുന്നില്ല. അതല്ല വേറൊരു കാര്യം, ഈ കാണുന്നതാണ് നമ്മുടെ ഇഫ്റ്റിഗൻ ഫാൾ എന്ന് പറയുന്ന ഒരു വാട്ടർഫാളാണ്. അപ്പോൾ ഇവിടെ അങ്ങ് ലൗട്ടർപ്രോണിൽ ഞാൻ പോയിച്ചും അവിടെ ഒരു ഇത് കണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ നല്ല അടിപൊളി വിലുവാണ്. ഇത് നോക്കിയേ, എങ്ങനെയുണ്ട് സംഭവം? കൊള്ളതില്ലേ? എനിക്ക് തോന്നുന്നത് വളരെ അധികം ആൾക്കാരൊന്നും കാണാത്തൊരു സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാൽ. കണ്ടോൺ ബേണിൻ്റെ ലാസ്റ്റ് അതിർത്തിയാണ് ഇത്. കഴിഞ്ഞ് ഈ മല കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് വാലീസാണ്. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകത്തില്ല, ഈ മലയുടെ മോഡ് വരെയേ ഉള്ളൂ. ഇനി അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 3-4 മണിക്കൂർ സഞ്ചരിക്കണ്ടേ അങ്ങറ്റത്തെത്താനായിട്ട്, ഇല്ലേ മോനെ? ഇല്ലെങ്കിൽ നമുക്ക് നടന്ന് കയറി അപ്പുറത്തിറങ്ങാം, ഒരു 2 മണിക്കൂർ എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിനേക്കാളും കൂടുതൽ സമയം എടുക്കും നമ്മൾ വണ്ടിയിൽ അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ. മക്കളെ, അപ്പം ഇതാണ് നമ്മുടെ ഇഫ്റ്റിഗൻ ഫാള്. ഇവിടുന്ന് ഞാൻ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. ചിലപ്പോൾ കാല് തെറ്റിയാൽ താഴത്തേക്ക് പോകുന്നത് നോക്കിയേ, അടിപൊളി സംഭവമല്ലേ? ഇതുപോലത്തെ ഒരു വെള്ളച്ചാട്ടം തൊട്ടടുത്ത് ഞാൻ ഇവിടെ വളരെ കുറവാണ്. കാരണം സാഫോസിലൊക്കെ വളരെ താഴ്ന്നിട്ട് ഇതുപോലെ ഉയരത്തി എന്നുള്ളത്. ഇത് ബോളിൽ നിന്ന് നമ്മുടെ ഗ്ലേഷ്യറിൽ നിന്ന് ഐസ് ഉരുകി വരുന്ന വെള്ളമാണ് ഈ വരുന്നത്. നിങ്ങൾക്ക് പറ്റുന്നവരെ വന്ന് കാണുക ഇഫ്റ്റിഗൻ ഫാൾ. അപ്പം ഞങ്ങളതേ നോക്കിയാൽ നമ്മുടെ ഇഫ്റ്റിഗൻ ഫാൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പും ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ 3 പേരും കൂടെയാണ് ഇന്നത്തെ ദിവസം ഇവിടെ മുഴത്ത അടിച്ചു പൊളിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ വീഡിയോകൾ കാണുന്ന അച്ഛൻ്റെ കൂട്ടത്തിൽ വേണം. പിന്നെ എന്നെ ഞാൻ പോകുന്ന യാത്രകളിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ എൻ്റെ യാത്രകളിൽ പങ്കുചേരാം. ഓക്കെ, ആയിക്കോട്ടെ, ബൈ.